വരുമോ നീ തിങ്കളേ തിങ്കളേ. തുറന്നു പറഞ്ഞ പോലെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. സ്റ്റീഫ, ചായ. ഞാൻ ഉറങ്ങിക്കിടന്ന തക്കത്തിൽ നീ ഇറങ്ങിപ്പോയി. രേഖ ക്ഷേത്രത്തിൽ പോയ തക്കത്തിൽ അവനും വന്നു. എന്നിട്ട് ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചിട്ട് പ്രേമസല്ലാപം. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞിട്ടില്ല, കണ്ടതും കേട്ടതും മാത്രമാണ് ഞാൻ പറഞ്ഞത്. എടി, ഒരു പെണ്ണായ അല്പം അടക്കവും ഒതുക്കും വേണം. അവൻ പുകഴ്ത്തി പറയും, നീയും പൂത്തു ഒടിയും. ഹലോ, ഇന്ന് തളത്തിൽ ദിനേശൻ കളിക്കാനല്ലല്ലോ എന്നെ വിളിച്ചത്? അല്ലടോ, എനിക്ക് രണ്ടെണ്ണം അടിക്കാൻ തോന്നി. ഒറ്റയ്ക്ക് വയ്യ. ഞാൻ സാധനം ഷോക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ മാഷേ, ഈ നേരത്തെ അടിക്കാനോ? ഞാൻ ഡ്യൂട്ടിയില്ല. ഡ്യൂട്ടി സമയത്ത് പാടില്ല. അണ്ണാങ്കട്ട, തൻ്റെ ഒരു ഡ്യൂട്ടി. താൻ തന്നെയല്ലേ പറഞ്ഞ ജീവിതം ആഘോഷിക്കാനുള്ളതാണെന്ന്. ഓക്കെ 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 ഓക്കെ. ഇനി ആ വാക്കി പിടിച്ച് തൂങ്ങണ്ട. ഞാൻ റെഡി. ആദ്യം ഞാൻ എൻ്റെ തക്കാളിയുടെ അനുവാദം വാങ്ങട്ടെ. എന്താടാ ക്യാരറ്റ്? തക്കാളി ഞാൻ രണ്ടെണ്ണം വീശിക്കോട്ടെ? ആരാ കമ്പനി? നമ്മുടെ തളത്തിൽ ദിനേശൻ. ഓക്കെ. താങ്ക് യുടാ. തുടങ്ങായി. ഓക്കേടാ. ഓക്കേടാ, ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ബൈ. എനിക്കിതൊക്കെ അത്രയും പിടിക്കുന്നില്ല. എന്തിനും ഒരു തക്കാളി നാണല്ലേ തനിക്ക്? തൊടുന്നതിനും പിടിക്കുന്നതിനും ഭാര്യയെ വിളിച്ചു ചോദിക്കാൻ. അതാണ് സാറേ തക്കാളിയും ക്യാരറ്റും തമ്മിലുള്ള പൊരുത്തം. രണ്ടും വെജിറ്റബിൾ സാലഡിലെ ഒഴിവാക്കാനാവാത്ത ഇനമല്ലേ? എന്ത് പോക്കെടുത്തോ ഞാൻ ചെയ്യും. പക്ഷേ അതെന്റെ തക്കാളി അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ എല്ലാം തുറന്ന് പറയുന്നതിലല്ല നിലനിൽക്കുന്നത്. സാറിന്റെ വാദഗതിയെ ഞാൻ ഖണ്ഡിക്കുന്നു. ഒരായുസ് മുഴുവൻ നമ്മുടെ കൂടെ കഴിയുന്ന പെൺകുട്ടിയോട് എല്ലാം തുറന്നു പറയുന്ന അന്തസ്, നന്മയായാലും തിന്മയായാലും പരസ്പരം ഷെയർ ചെയ്യുന്ന ജീവിതം. ചില ഭർത്താക്കന്മാർക്കൊരു തോന്നലുണ്ട്, എല്ലുമുറിയെ പണിയെടുത്ത് ഭാര്യയും മക്കളെയും തീറ്റിപ്പോറ്റുന്നത് മാത്രം ആ ഭർത്താക്കന്മാരുടെ ഡ്യൂട്ടിയെന്ന്. നോ സർ, അതല്ല വേണ്ടത്. ഹൃദയം തുറന്ന് ഭാര്യയോടും കുട്ടികളുണ്ടെങ്കിൽ അവരോടും ഇടപഴകണം. നമ്മുടെ നാട്ടിൽ ഭർത്താക്കന്മാർക്ക് വീട്ടിൽ ചെന്ന ഒന്ന് പൊട്ടിച്ചിരിക്കാൻ വലിയ മടിയാ. ഭാര്യ കുടമ്പുള്ളിട്ട് വെച്ച മീൻകറി ഒന്ന് പുകഴ്ത്തിയാലെന്താ?
ചെയ്യില്ല. ഭാര്യയുടെ സൗന്ദര്യത്തെ ഒന്ന് വിവരിച്ചൂടെ? നോ 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 നോ. വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഭർത്താവ് ഉദ്യോഗസ്ഥൻ, മസിൽമാൻ. ഞാൻ ഈ പരമ്പരാഗത രീതികളോടൊക്കെ വലിയ എതിർപ്പാണ്. എടോ, ഞാനൊരു കാര്യം പറയാനാ നിന്നെ വിളിച്ചത്. പറയണം സർ. ഞാൻ വേറെ എവിടെങ്കിലും താമസം മാറ്റാൻ പോകണം. നടക്കില്ല. തൽക്കാലം ഉള്ള സ്ഥലത്ത് ഒതുങ്ങിക്കൂടി അങ്ങ് കഴിഞ്ഞാൽ മതി. എനിക്ക് തീരെ ഇഷ്ടമല്ല നിന്റെ ഈ ഒരുമാതിരി കോപ്രായങ്ങൾ. കണ്ടു പഠിക്കണം. എന്നാ ജീവിതം സന്തോഷകരമാവും. അല്ലാതെ ഭാര്യയെ സംശയിച്ച് ഒരുതരം ഈഗോ രാമന്മാരായി ജീവിക്കല്ല വേണ്ടത്. റീത്ത മാഡം എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ വളരെ പാവം സ്ത്രീയാ. എത്ര സുന്ദരിയാ. സത്യം പറ, ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ദിവസം സാർ അവരുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിയിട്ടുള്ളൂ? എന്തിനു ഞാൻ പുകഴ്ത്തണം? നീ പുകഴ്ത്തുന്നുണ്ടല്ലോ. ഉണ്ട്. അതിലെന്താ തെറ്റ്? തെറ്റുണ്ട്. അന്യന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് പുകഴ്ത്തുന്നത് നല്ല ഹാബിറ്റല്ല. നീ ഗുണവതിയായി പറയുന്ന നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഒരു ദിവസം നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മീശ ഞാൻ പഠിക്കാം. എന്തിനാ എന്റെ ഭാര്യ നീ പുകഴ്ത്തുന്നത്? എന്നാൽ ആ പണി സാറിനങ്ങ് ചെയ്തൂടെ? ഞാൻ ചെയ്യാത്ത പണികളെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനാണോ നിന്റെ ഉദ്ദേശം? ചൂടാവാതെ സാറേ. ദേ, തളത്തിൽ ദിനേശനാകരുത്. തളത്തിൽ ദിനേശൻ മണ്ണാങ്കട്ട. എനിക്ക് നിന്റെ രോഗം പിടികിട്ടി. എന്റെ ഭാര്യയെ വളച്ചൊടിച്ച് നിന്റെ വരുതിയിലാക്കണം. അതുകൊണ്ടല്ലേ അവിടെ തന്നെ താമസിക്കണമെന്ന് പറയുന്നത്? ഞാൻ വിളിച്ചാല് വളയുന്നാണോ സാറിന്റെ ഭാര്യ? അത് നീ സ്മാർട്ടാ എന്ന് വെച്ചേ. പിന്നെ എന്നെക്കാളും ചെറുപ്പം, പോരാത്തിന് നല്ല ഗ്ലാമറും. പെണ്ണുങ്ങൾക്ക് വേണ്ടത് അതാടാ. ഇതാ പറഞ്ഞത്. ജീവിതം എന്താണെന്നോ സ്ത്രീ എന്താണെന്നോ സാറിന് അറിയില്ലാന്ന്. അന്യപുരുഷന്റെ ഗ്ലാമർ കണ്ട് തന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയേക്കുമെന്ന് ദുസ്വപ്നം കാണുന്ന നൂറുകണക്കിന് ഭർത്താക്കന്മാരിൽ ഒരാളാണ് സാറും. കഷ്ടം. എന്റെ സാറേ, അതൊക്കെ തെറ്റായ ധാരണകളാ. ഗ്ലാമറിലല്ല കാര്യം, സ്നേഹം. സ്നേഹത്തിന്റെ മുന്നിലല്ലാതെ ഒരു പെണ്ണും തളർന്നു വീഴില്ല. മതിയായ സ്നേഹം വാരിക്കോരി കൊടുത്തില്ലെങ്കിൽ പെണ്ണിന്റെ പാട്ടിന് പോയേക്കും. എനിക്കെന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. പ്രകടിപ്പിക്കണം. എങ്കിലേ മാരേജ് ലൈഫ് സക്സസ് ആവും. അതല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന് നേരെ ചെടികൾ പായുന്നത് പോലെ സ്നേഹിക്കുന്ന പുരുഷനെ കണ്ട സ്ത്രീ തളർന്ന് നെഞ്ചിലേക്ക് വീഴും. എന്താ ഇങ്ങനെ നോക്കുന്നേ? സത്യം പറ, എന്റെ റീത അങ്ങനെ ഒരു അവസ്ഥയിലായോ? അവൾക്ക് നിന്നോട് ഇഷ്ടമാണ്? എന്നെ വെറുത്ത് തുടങ്ങിയോ? അയ്യോ, സാറിന് മുഴു ഭ്രാന്താ. അതേടാ, എനിക്ക് ഭ്രാന്താ. എനിക്കറിയാം എന്റെ റീത നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ പരിക്കന്നല്ലേ, സ്നേഹം പുറത്ത് കാട്ടാൻ അറിയാത്തവൻ. നീയാണെങ്കിൽ സുന്ദരൻ, സുമുഖൻ, ആടി പാടി പെണ്ണുങ്ങളുടെ മനസ്സ് കീഴ്പ്പെടുത്തുന്നവൻ. ഞാൻ ആ തെറ്റുകാരൻ. വരണ്ടായിരുന്നു, നിന്റെ വീട്ടിൽ താമസിക്കണ്ടായിരുന്നു. എനിക്ക് എന്റെ റീത്ത് നഷ്ടപ്പെട്ടു. നീ തട്ടിയെടുത്തോ അവളുടെ മനസ്സ്. ചതിനാണ് നീ. എന്താ സ്റ്റീഫ ഇത്? എത്ര സമയമായി? മതി കുടിച്ചത്. എന്റെ മനസ്സിൽ ഈയിടെയായി അറിയാതെ കുറെ സംശയങ്ങൾ മുളപൊട്ടി വരുന്നുണ്ട്. അതിൽ നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. തന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം തനിക്ക് എന്നോട് യാതൊരു താല്പര്യമില്ല. എന്തോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് പെരുമാറുന്ന പോലെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എല്ലാം സ്റ്റീഫന് തോന്നുന്നതാ. അതെ, എനിക്ക് തോന്നുന്നതാണ്. പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവണല്ലോ. എന്ത് കാരണം? ഒരു കണക്കിന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ തമ്മിൽ മാച്ച് അല്ലെന്ന്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? എനിക്ക് പ്രായം 10-40 അട്രാക്റ്റീവായ പേഴ്സണാലിറ്റിയും ഇല്ല. താനാണെങ്കിലോ അതിസുന്ദരി. ശരിക്കും പറഞ്ഞാൽ തനിക്ക് യോജിച്ച ഭർത്താവ് ആ രാജീവായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന ഏതൊരാളും പറയും ശ്രീരാമനും സീതയും പോലെ ഉണ്ടെന്ന്.
സത്യം പറ റീത, നിനക്ക് എന്നെക്കാളിലും ഇഷ്ടം അവനെ അല്ലേ? ഞാൻ മരിച്ചാൽ നിനക്ക് സന്തോഷമാവല്ലേ? പിന്നെ നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാമല്ലോ. പിന്നെ ആരെയും പേടിക്കുകയും വേണ്ട. അപ്പൊ ഇതും കയ്യിലുണ്ടല്ലേ? ബോറടിക്കുമ്പോ, അതല്ലെങ്കിൽ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ ഒരു റിലാക്സേഷന്, അല്ലാതെ പേരിനും പെരുമയ്ക്കൊന്നല്ല. ഗുഡ്, നന്നായിരിക്കുന്നു. താങ്ക് യു സർ. രാജീവ് ഇന്ന് സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗിന്റെ തിരക്ക, രാവിലെ പോയി. നന്നായി. രാജീവ് ഇല്ലാതെ രേഖയോട് അല്പം സംസാരിക്കാൻ ഒരു അവസരത്തിന് കാത്തിരിക്കുമായിരുന്നു ഞാൻ. അതെന്താ സർ? അല്പം സീരിയസ് മാറ്ററാ എന്ന് കരുതി പേടിക്കാനൊന്നുമില്ല. വെറുതെ ടെൻഷൻ അടുപ്പിക്കാതെ സാർ കാര്യം പറ. രേഖ, നിങ്ങൾ ഈ കുട്ടിക്കളിയൊക്കെ ഒന്ന് നിർത്തണം. എന്നിട്ട് ജീവിതത്തെ വളരെ സീരിയസ് ആയി എടുക്കണം. മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രേഖയും രാജീവും ദമ്പതികളെ പോലെ അല്ലാതെ ഇടപെടുന്നത്. കറക്റ്റ്. ഞങ്ങളിപ്പോഴാ ശരിക്കും പ്രേമിക്കുന്നത്. കുട്ടി, ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. പ്രേമം, സ്നേഹം ഇതൊക്കെ നോവലിലും സിനിമയിലൊക്കെ പറയാനേ കൊള്ളൂ. നിത്യജീവിതത്തിൽ ഈ വകയൊന്നും പ്രാക്ടിക്കൽ അല്ല. വൈ? വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വളരെ സീരിയസ് ആയി പിന്നെ ജീവിതത്തെ കാണണം. ഉള്ളത് പറയാമല്ലോ, രാജീവിന്റെ ഈ പോക്ക് അപകടത്തിലേക്കാണ്. താനൊരു ഭാര്യയാണ്. ഭർത്താവിൽ എപ്പോഴും ഒരു കണ്ണു വേണം. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് രാജീവ് ഒരു സൗന്ദര്യ ആസ്വാദകനാണ്. നല്ല പൂക്കളും നല്ല പെണ്ണുങ്ങളും രാജീവിന്റെ ഒരു വീക്ക്നെസ്സാണ്. സാർ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല അത്. തന്നെക്കാൾ കൂടുതൽ ഓണം ഉണ്ടവനാ ഞാൻ. സന്തോഷകരമായി ജീവിച്ച പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമാവുന്ന കൺമുമ്പിൽ കണ്ടിട്ടുള്ളവനായി ഞാൻ. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. രാജീവിനെ അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി സാർ? എന്റെ ഭാര്യ തന്നെക്കാട്ടിലും സുന്ദരിയാണെന്ന് രാജീവ് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു. റീത്തെ കാണുമ്പോൾ രാജീവിന്റെ കണ്ണുകളിലെ തിളക്കം കാണണം. എന്താ അയാളുടെ ഒരു ഉത്സാഹം! സാരി വാങ്ങിക്കൊടുക്കുന്നു, മധുരമായി സംസാരിക്കുന്നു, സ്നേഹം ചുരിയുന്നു. ഇതൊക്കെ എന്തിന്റെ തുടക്കമെന്ന് എനിക്ക് നന്നായി അറിയാം. സൂക്ഷിച്ചില്ലെങ്കിൽ ഭർത്താവ് തനിക്ക് നഷ്ടപ്പെടും. താനില്ലാത്ത അവസരത്തിൽ രാജീവ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എനിക്ക് തന്നെ നാണാവും. അല്ലെങ്കിൽ തന്നെ സ്വന്തം ഭാര്യ എത്ര വിരൂപയാണെങ്കിലും അന്യ സ്ത്രീയെ ഏതെങ്കിലും ഭർത്താവ് പുകഴ്ത്തി പറയും.